നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ജയിലിലായാൽ മന്ത്രിമാരെ പുറത്താക്കുന്ന ബിൽ ലോക്സഭയിൽ. അമിത്ഷാ ബിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ. പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുന്ന ബില്ലെന്ന് പ്രതിപക്ഷം. ബിൽ കീറിയെറിഞ്ഞ് പ്രതിഷേധം. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. കയ്യാങ്കളിയിൽ സ്പീക്കർക്ക് പരാതി നൽകി ഭരണ പ്രതിപക്ഷം. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള കുതന്ത്രമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസാക്കി ലോക്സഭ. വാതുവെപ്പിനും ചൂതാട്ടത്തിനും 3 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയ്ക്കും ബില്ലിൽ നിർദ്ദേശം. പണം വെച്ചുള്ള ഗെയിം പരസ്യത്തിൽ അഭിനയിച്ചാലും നടപടി. ബിൽ നാളെ രാജ്യസഭയിലെത്തും. മലപ്പുറത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ചേളാരിയിലെ 11 വയസ്സുള്ള കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി NCERT. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തും. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് 5% വില കുറയ്ക്കുമെന്ന് റഷ്യ. തീരുമാനം ഡൊണാൾഡ് ട്രംപിന്റെ 50% തീരുവ ഭീഷണിക്കിടെ. വിശദമായ വാർത്തകൾ നോക്കാം. 30 ദിവസത്തിലകം ജയിലിലായാൽ മന്ത്രിമാർക്ക് പദവി നഷ്ടമാകുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന ബിൽ അവതരിപ്പിച്ചത്. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണെന്നും സർക്കാരുകളെ അട്ടിമറിക്കാനുള്ളതാണ് ബില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അതേസമയം ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ളതാണ് ബില്ലെന്നാണ് സർക്കാരിന്റെ മറുപടി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ സഭ നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും ചേരും. അതിശക്തമായ പ്രതിഷേധത്തിനിടെയും സർക്കാർ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ അവസാനിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവും പ്രതിരോധവും മറികടന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 30 ദിവസത്തിലധികം ജയിലിലായാൽ മന്ത്രിമാർക്ക് പദവി നഷ്ടമാകുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുൻപാകെയാണ് ബിൽ ഇപ്പോൾ പോയിട്ടുള്ളത്. അതിശക്തമായ പ്രതിഷേധത്തിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ബിൽ സഭയുടെ പരിഗണനയ്ക്ക് വന്നത്. ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ സഭയിൽ പറഞ്ഞു. Between those that are attacking the constitution and those that are defending the constitution. Very clearly telling at least 1 week notice is needed for introducing a bill. Sir, I am telling that this bill is to target the opposition ruling government. This bill is to threaten the people like Nitish Kumar and Chandrababu Naidu. അർദ്ധരാത്രിയോടുകൂടിയാണ് ബില്ലിന്റെ പകർപ്പ് പ്രതിപക്ഷാംഗങ്ങൾക്ക് ലഭിച്ചതെന്നും സർക്കാരിന് എന്തിനാണ് ഇത്ര ധൃതിയെന്നും NK പ്രേമേന്ദ്രൻ MP ചോദിച്ചു. ഭരണഘടനാപരമായിട്ടുള്ള വലിയ മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ബിൽ, ഭരണഘടനാ ഭേദഗതി നിയമം പോലും അംഗങ്ങൾക്ക് പ്രാഥമിക പരിശോധന പോലും നടത്താനുള്ള അവസരം ലഭിക്കാതെ ഏകപക്ഷീയമായി സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ബിൽ അവതരണം സതുദ്ദേശപരമല്ല, ദുരുദ്ദേശപരമാണ്. അഴിമതി ഇല്ലാതാക്കാനാണ് ഭേദഗതിയെന്നും എന്തിനാണ് അതിനെ പ്രതിപക്ഷം ഭയക്കുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ചോദിച്ചു. ബിൽ അവതരണ വേളയിൽ നാടകീയ രംഗങ്ങളാണ് സഭയിൽ അരങ്ങേറിയത്. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബില്ലിന്റെ പകർപ്പ് കീറിയെറിഞ്ഞു. അമിത്ഷായെ ആക്രമിച്ചുവെന്ന് ഭരണപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ വനിതാ MP നിതാലി ബാഗിനെ കേന്ദ്രമന്ത്രി അവഹേളിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള പുതിയ കുതന്ത്രമാണ് സംഘപരിവാർ പ്രയോഗിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പകപോക്കൽ വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിത്. കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നതും അതിന്റെ പേരിൽ അയോഗ്യരാക്കുകയും ചെയ്യുന്നത് നവഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പുതിയ പരീക്ഷണമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു.
ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ട ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസാക്കി. ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമുകളെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരികയാണ് ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടെ ശബ്ദ വോട്ടോടുകൂടി ബിൽ സഭ പാസാക്കി. ഓൺലൈൻ ഗെയിമിംഗിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബിൽ ലോക്സഭ പാസാക്കിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലായിരുന്നു ബിൽ സഭ പാസാക്കിയത്. ഓൺലൈൻ സൃഷ്ടിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ആഘാതങ്ങളിൽ നിന്ന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംരക്ഷിക്കുകയാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. ഓൺലൈൻ വാതുവെപ്പുകൾക്ക് ശിക്ഷയും പിഴയും പുതിയ നിയമത്തിലൂടെ ഉറപ്പുവരുത്തും. പണം വെച്ചുകൊണ്ടുള്ള എല്ലാ ഓൺലൈൻ ഗെയിമുകൾക്കും നിയന്ത്രണം വരും. പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമുകളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും പരസ്യങ്ങളിൽ അഭിനയിക്കുന്നവർക്കും ശിക്ഷ നൽകുന്ന വ്യവസ്ഥ കൂടി ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം അനധികൃത വാതുവയ്പുകൾക്ക് 7 വർഷം വരെ തടവും പിഴയും ശിക്ഷയുമുണ്ട്. വിദേശ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിലവിൽ നികുതി ഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2023 ഒക്ടോബർ മുതൽ ഓൺലൈൻ ഗെയിമുകൾക്ക് 28% GST ചുമത്തിയിരുന്നു. നിലവിലിത് 40% ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ ആക്രമിച്ച രാജ്കോട്ട് സ്വദേശി രാജേഷ് കിംജിക്കെതിരെ വധശ്രമത്തിന് കേസ്. ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സമ്പർക്ക പരിപാടിക്കിടെ പരാതിക്കാരൻ എന്ന വ്യാജേന ആക്രമിക്കുകയായിരുന്നു. പേപ്പർ നൽകുന്നതിനിടെ മുഖത്ത് അടിക്കുകയായിരുന്നു. പരിക്കേറ്റ മുഖ്യമന്ത്രിയെ GTB ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവം ഖേദകരമെന്ന് പറഞ്ഞ കോൺഗ്രസ് സുരക്ഷാ വീഴ്ചയെപ്പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷയൊഴുക്കാൻ ഡൽഹിയിലെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ആക്രമണത്തെ അപലപിച്ച് BJPയും രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നു. NCERTയുടെ നിർദ്ദേശപ്രകാരമാണ് 2 ഭാഗങ്ങളിലായി ഓപ്പറേഷൻ സിന്ദൂർ വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഒരു ഭാഗം 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും 2ാം ഭാഗം 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുമായാണ് ക്രമീകരിക്കുന്നത്. വിദ്യാഭ്യാസകാലം മുഴുവൻ രാജ്യസ്നേഹവും സൈനികരോടുള്ള ആദരവും ഊട്ടിയുറപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടുവരാൻ NCERT തീരുമാനിച്ചത്. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടുത്തുന്നത്. 3 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള പാഠ്യപദ്ധതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ വീരകഥ എന്ന തരത്തിലാണ് ഉൾപ്പെടുത്തുക. അതേസമയം മുതിർന്ന കുട്ടികൾക്കുള്ള ഭാഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അഭിമാനത്തിൻ്റെയും ധീരതയുടെയും ദൗത്യമെന്നാണ് ഉൾപ്പെടുത്തുക. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് UP തലം വരെയുള്ള പഠനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ പഹൽഗാമിലെ സംഭവത്തിലെ പാകിസ്ഥാന്റെ പങ്കും രാജ്യത്തിൻ്റെ സമാധാനമില്ലാതാക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഇടപെടലുകളും കൂടി പരാമർശിക്കും. പഹൽഗാം ആക്രമണം, അതിന് ഇന്ത്യ നൽകിയ മറുപടി, സ്വീകരിച്ച നടപടികൾ, സൈനിക ഓപ്പറേഷൻ രീതികൾ എന്നിവ കൂടി മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാകും. തിരിച്ചടിക്കാൻ രാജ്യം ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരണം കൂടി ഉണ്ടാകുമെന്നാണ് സൂചന. വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹവും സൈനികരോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കുകയാണ് പാഠ്യപദ്ധതിയിലൂടെ NCERT ഉദ്ദേശിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കർണാടകയിലെ ചിത്രദുർഗയിൽ 20-കാരിയെ കൊല ചെയ്ത് കത്തിച്ച കേസിൽ പ്രതി ചേതൻ പിടിയിൽ. വിവാഹത്തിന് സമ്മർദ്ദം ചെലുത്തിയതാണ് കൊലപാതകത്തിന് കാരണം. നഗ്നമാക്കപ്പെട്ട ശരീരം പാതി കത്തിയ നിലയിലായിരുന്നു. തിരിച്ചറിയാതിരിക്കാനാണ് മൃതദേഹം കത്തിച്ചത്. പെൺകുട്ടിയുമായി പ്രതിക്ക് 2 വർഷത്തെ അടുപ്പമുണ്ടായിരുന്നു. 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയുടെ മൃതദേഹം റോഡരികിലാണ് കണ്ടെത്തിയത്. പെൺകുട്ടി ഓഗസ്റ്റ് 14 ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയ ശേഷം കാണാതായിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചിത്രദുർഗയിൽ വ്യാപകമായി പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് പ്രതി പിടിയിലായത്. കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും സജീവമായി ഗ്രൂപ്പ് പോര്. സൗത്ത് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യുവജന സമ്പർക്ക യാത്രയിൽ നിന്നും നഗരത്തിലുണ്ടായിട്ടും ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നതാണ് വിവാദമായത്. ചാണ്ടി ഉമ്മനോട് പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ ആവശ്യപ്പെട്ടതാണെന്നും വിട്ടുനിന്നുവെങ്കിൽ അത് തെറ്റെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. അതേസമയം താൻ പരിപാടി ഏറ്റിരുന്നില്ല എന്നാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. വിവാദത്തിനിടെ ചാണ്ടി ഉമ്മൻ DCC ഓഫീസിലെത്തി പ്രവീൺകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ സൗത്ത് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് നടത്തിയ യുവജന സമ്പർക്ക യാത്രയിൽ പങ്കെടുക്കാൻ ചാണ്ടി ഉമ്മൻ നഗരത്തിലുണ്ടായിട്ടും എത്താത്തതാണ് വിവാദമായത്. തുടർന്ന് രമ്യ ഹരിദാസാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ചാണ്ടി ഉമ്മനോട് പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ ആവശ്യപ്പെട്ടതാണെന്നും വിട്ടുനിന്നെങ്കിൽ അത് തെറ്റാണെന്നുമായിരുന്നു DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ പ്രതികരണം. ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. തുടർന്ന്
മാധ്യമങ്ങളെ കണ്ട ചാണ്ടിയുമ്മൻ യൂത്ത് കോൺഗ്രസ് പരിപാടി താൻ ഏറ്റിരുന്നില്ലെന്ന് പ്രതികരിച്ചു. സാഹചര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത്. രമ്യ ഹരിദാസാണ് പരിപാടി ഏറ്റെടുത്തത്. DCC പ്രസിഡന്റ് വിശദീകരണം തേടിയത് പാർട്ടിയിൽ തീർത്തോളാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒറ്റ ദിവസത്തേക്ക് ദുബായി പോയ ആൾ, ഇതൊരു ഏറ്റ പരിപാടിയല്ല. ഇപ്പം ഞാൻ സാഹചര്യം ഉണ്ടെങ്കിൽ, കാരണം ഇന്നലെ തന്നെ ഞാൻ അറിയിച്ചു, സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണതാ രമ്യ ഹരിദാസിൻ്റെ ഫോട്ടോ ചേർത്തുള്ള പരിപാടിയാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങ് തീരുവാണെന്ന് പറഞ്ഞു. DCC അധ്യക്ഷന്റെ കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം, ഞങ്ങൾ പാർട്ടി പറഞ്ഞോളാം. ശേഷമാണ് ചാണ്ടിയുമ്മൻ DCC ഓഫീസിലെത്തി K പ്രവീൺകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പ്രശ്നത്തിന് കാരണമെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. എൻ്റെ അടുത്ത് എന്തായാലും മണ്ഡലം പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടില്ല. DCC എന്തിനാ ക്ഷണിക്കുന്നതിന്? DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCCയുടെ പരിപാടിയാണോ? ഞാൻ ഇതിനെക്കുറിച്ച് ഒരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. ഞാൻ രാവിലെ ചോദിച്ചു പങ്കെടുക്കാമോ ചോദിച്ചു, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെ ആയിരുന്നു പരിപാടി, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല, അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. കോഴിക്കോട്ടെ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ തുടർച്ചയാണ് ചാണ്ടിയുമ്മന്റെ നീക്കമെന്നാണ് ഉയരുന്ന ആരോപണം. സൗത്ത് മണ്ഡലം ഷാഫി പറമ്പിലിനൊപ്പമാണ് എന്നതുകൊണ്ട് T സിദ്ദിഖ് ചാണ്ടിയുമ്മനെ വിലക്കിയെന്ന രീതിയിലുള്ള ചർച്ചയാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. അബുദാബിയിൽ അധ്യാപക ജോലിയിൽ പ്രവേശിക്കുന്നവർ നൽകേണ്ട പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിസ പുതുക്കുമ്പോഴും നിർബന്ധമാക്കി. UAEയിലുള്ളവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ മാതൃരാജ്യത്തെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട്. 6 മാസം കാലാവധി ഉണ്ടായിരുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 മാസമാക്കി കുറച്ചു. ഈ കാലാവധിക്കകം ജോലി നേടിയില്ലെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അബുദാബിയിൽ അധ്യാപക ജോലി ചെയ്യുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് നേരത്തെ നിർബന്ധമാക്കിയിരുന്നു. വ്യാജ സ്വദേശിവൽക്കരണം നടത്തിയതിന്റെ പേരിൽ ഈ വർഷം ആദ്യ പകുതിയിൽ 405 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. നിയമലംഘനം നടത്തിയ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ജീവനക്കാരുടെ എണ്ണം കുറച്ചു കാണിച്ചും ജീവനക്കാരെ തെറ്റായി തരംതിരിച്ചും കൃത്യമായ ജോലിയില്ലാതെ സ്വദേശികളെ നിയമിച്ചതായി കാണിച്ചുമൊക്കെയാണ് വ്യാജ സ്വദേശിവൽക്കരണം നടത്തിയതായി കണ്ടെത്തിയത്. സ്വകാര്യ മേഖലയിൽ സ്വദേശി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി ശക്തമായ നടപടികളാണ് UAE കൈക്കൊള്ളുന്നത്. വ്യാജ സ്വദേശിവൽക്കരണ നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കണമെന്ന് മന്ത്രാലയം UAE നിവാസികൾക്കും പൗരന്മാർക്കും നിർദ്ദേശം നൽകി. ബഹ്റൈനിൽ അംഗപരിമിതർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്ഥിരസമിതി രൂപീകരിക്കാൻ നീക്കം. ഇതിനായുള്ള പ്രമേയം പാർലമെന്റിൽ സമർപ്പിച്ചു. തൊഴിൽ മന്ത്രാലയം, സിവിൽ സർവീസ് ബ്യൂറോ, സാമൂഹിക വികസന തംകീൻ മന്ത്രാലയം, ലേബർ ഫണ്ട് എന്നിവ ചേർന്നാണ് പ്രമേയം തയ്യാറാക്കിയത്. അംഗപരിമിതരായ തൊഴിലാളികൾ ജോലി മാറിയാലും 2 വർഷത്തേക്ക് പൂർണ്ണമായും ശമ്പളം ഉറപ്പാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രമേയത്തിൽ ഉള്ളത്. അംഗപരിമിതരായ ഉദ്യോഗാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി പരിശീലന പരിപാടികളും പ്രമേയത്തിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രവാസികളെ നാട് കടത്തുമെന്ന് കുവൈറ്റ് സുരക്ഷാ വിഭാഗം. യാത്ര ചെയ്യാനാവും വിധം ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷമാകും ഇവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി നാട് കടത്തുക. ഇവർക്ക് കുവൈറ്റിലേക്ക് തിരിച്ചു വരാനാകില്ലെന്നും ആജീവനാന്ത യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്നും സുരക്ഷാ വിഭാഗം അറിയിച്ചു. കേസിൽ അറസ്റ്റിലായ ഇന്ത്യക്കാരനടക്കം 71 വിദേശികളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ദുരന്തത്തിൽ 23 വിദേശികളാണ് മരിച്ചത്. ആകെ 160 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കുവൈറ്റിൽ നിന്നും വിദേശത്ത് സൗന്ദര്യ ശസ്ത്രക്രിയയ്ക്കായി പോയ അമ്മയ്ക്ക് 4000 ദിനാർ പിഴ. കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയും അവരെ അപകടത്തിലാക്കുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. സംഭവം നടന്നപ്പോൾ അമ്മ കുട്ടികളുടെ പിതാവിന്റെ അപ്പാർട്ട്മെന്റിലാണ് വിട്ടത്. കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ടും സാക്ഷികളുടെ മൊഴികളും മകന്റെ മൊഴിയും പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായി. പരാതി നൽകുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കുട്ടികളുടെ അമ്മ അവരെ നോക്കിയിരുന്നില്ല എന്ന് മുത്തശ്ശി കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അമ്മ തങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ട് ഒരുപാട് കാലമായെന്നും തനിക്ക് അച്ഛനൊപ്പം മാത്രം താമസിച്ചാൽ മതിയെന്നും മകൻ കോടതിയിൽ അറിയിച്ചു.
കുവൈറ്റിലെ പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും വാഹനങ്ങൾ ഉപേക്ഷിച്ചാൽ പിഴ ഈടാക്കുമെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾക്ക് 100 ദിനാറിൽ കുറയാത്ത പിഴയായിരിക്കും ചുമത്തുക. വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനും ദിവസവും സൂക്ഷിക്കുന്നതിനുമുള്ള അധിക ചാർജുകളും ഉടമകൾ നൽകേണ്ടി വരും. അതേസമയം ജലീബ് അൽ ഷുവൈക്കിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഈ പ്രദേശത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ജലീബ്. സൗദി ജിദ്ദയിലെ നോർത്ത് അബ്ഹോറിലെ ലുലു ബീച്ച് ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് അടച്ചിടുമെന്ന് ജിദ്ദ നഗരസഭ അറിയിച്ചു. ബീച്ച് സമഗ്രമായ വികസന നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ തീരുമാനം. ലുലു ബീച്ച് അടച്ചിടുന്ന കാലയളവിൽ തണൽ കുടകൾ, കസേരകൾ, ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടെ ജിദ്ദയിലെ മറ്റു ബീച്ചുകൾ തുറന്നിട്ടുണ്ട്. കുവൈറ്റിലെ നിരവധി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. കള്ളപ്പണം വെളുപ്പിക്കുന്നത്, തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നത് എന്നിവ തടയുന്നതിനുള്ള നിയമം അനുസരിച്ചാണ് നടപടി. സെൻട്രൽ ബാങ്കിന്റെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം കുവൈറ്റിലെ ഒരു പ്രാദേശിക ബാങ്കിന് രേഖാമൂലമുള്ള മുന്നറിയിപ്പ് നൽകുകയും ചില തിരുത്തൽ നടപടികൾക്ക് ഉത്തരവിടുകയും 35,000 ദിനാർ പിഴ ചുമത്തുകയും ചെയ്തു. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. സൗദിയുടെ തലസ്ഥാനമായ നഗരിയായ റിയാദിന് സമീപം ദിലം നഗരത്തിൽ ട്രെയിലറുമായി പിക്കപ്പ് വാൻ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളി ഉൾപ്പെടെ 4 പേർ മരിച്ചു. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം മോയ്ക്കൽ ബിഷർ ആണ് മരിച്ച മലയാളി. അപകടത്തിൽ മരിച്ച 3 പേർ സുഡാൻ പൗരന്മാരാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയാണ് സംഭവം. മരിച്ച ബിഷർ മോയ്ക്കൽ ഉമർ സൽമത്ത് ദമ്പതികളുടെ മകനാണ്. പിതാവ് ഉമർ സൗദിയിൽ തന്നെ ജോലി ചെയ്യുന്നു. മാതാവ് സൽമത്ത് വിസിറ്റിംഗ് വിസയിൽ സൗദിയിലുണ്ട്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. മലപ്പുറത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 11-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ചേളാരിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുട്ടി വീടിനടുത്തുള്ള തോട്ടിലും കോഴിക്കോടുള്ള സ്വകാര്യ കുളത്തിലും കുളിച്ചിരുന്നു. ഇവിടെ നിന്നുമുള്ള വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തോട്ടിൽ കുളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാവിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്ന ആരോപണവുമായി നടി റിനി ആൻ ജോർജ്. യുവ നേതാവിനെക്കുറിച്ച് പലയിടത്തും പരാതി പറഞ്ഞിരുന്നു. പരാതി പറഞ്ഞതിന് ശേഷവും അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു. അശ്ലീല സന്ദേശങ്ങൾ അയച്ചത് വിലക്കിയപ്പോൾ തന്നേക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കൾ പീഡനക്കേസിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുവെന്നും റിനി പറയുന്നു. നേതാവിന്റെ പേര് പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നും റിനി ആൻ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയുന്നത് അവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ളതാണ്. ഒരു ധാർമ്മികതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഞാൻ ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പല നേതാക്കന്മാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. റാപ്പർ വേടന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞ ഹൈക്കോടതി. കൂടുതൽ തെളിവുകൾ നൽകാൻ പരാതിക്കാരിക്ക് സാവകാശം നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. റാപ്പർ വേഡിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ ആരോപണത്തിലുള്ള നിയമസാധുതയാണ് ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കവേ ഉന്നയിച്ചത്. വിവാഹ വാഗ്ദാനം ചെയ്യുന്നവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനെ ബലാത്സംഗം എന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചു. പരസ്പര സമ്മത പ്രകാരമുള്ള ഇത്തരം ബന്ധങ്ങൾ പിന്നീട് വഷളാകുമ്പോൾ പരാതി ഉണ്ടാകാം. പക്ഷേ അതെങ്ങനെ ക്രിമിനൽ കുറ്റമാകുമെന്നാണ് കോടതി സംശയം ഉന്നയിച്ചത്. വിവാഹ വാഗ്ദാനം നൽകുന്നത് ക്രിമിനൽ കുറ്റമല്ല. മറ്റ് സ്ത്രീകളോടും വേടൻ സമാന കുറ്റകൃത്യം ചെയ്തെന്ന് പരാതിക്കാരി വാദമുയർത്തിയപ്പോൾ ആ കാര്യം ഈ കേസിൽ ഉന്നയിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ഫേസ്ബുക്കിലെ പോസ്റ്റ് നോക്കിയോ മറ്റു കേസുകളുടെ കാര്യം ഉന്നയിച്ചോ ഈ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാനാവില്ല. ഈ കേസിൽ പരാതിക്കാരി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതെന്നും കോടതി പറഞ്ഞു. കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ചയ്ക്കകം ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ജാമ്യാപേക്ഷ തീർപ്പാകുന്നതുവരെ വേടന്റെ അറസ്റ്റും ഹൈക്കോടതി തടഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. ട്രംപിന്റെ 50% തീരുവ ഭീഷണിക്കിടയിൽ ഇന്ത്യക്ക് 5% കിഴിവിൽ എണ്ണ നൽകുമെന്ന് റഷ്യ. റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് 5% കിഴിവ് നൽകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി എവ്ജെനി ഗ്രീവ പറഞ്ഞു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മുമ്പത്തേതുപോലെ തന്നെ നടക്കും. ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടരുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുചർച്ചയ്ക്ക് ഇട കൊടുക്കരുതെന്ന് ചാണ്ടിയുമ്മൻ. കെ പോൾ ആരാണെന്നറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പോൾ ചെയ്യുന്നത് കണ്ട് ഷോക്കായി. വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അനാവശ്യ ചർച്ചകൾ യമനെ കൂടി ബാധിക്കുമെന്നും ചാണ്ടിയുമ്മൻ കോഴിക്കോട് പറഞ്ഞു. പബ്ലിക് ഡിസ്കഷന് ആരും ഒരു ഇട കൊടുക്കരുത്. നിങ്ങൾക്കറിയാം, നമ്മൾ ചർച്ച ചെയ്യുന്ന ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഓരോ കാര്യം പോലും ഈ സമയത്ത് അവിടെ അറിയുകയാണ്. യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ആവശ്യമില്ലാത്തൊരു വിവാദം ഈ കാര്യത്തിൽ ഉണ്ടാക്കരുത്. കാരണം ഇത് നമ്മളെയല്ല, ഈ യമനെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്കോ ഈ ഒരു ഡിസ്കഷൻ ഞാനില്ല. ഇത് അനാവശ്യമായ വിവാദം കഴിഞ്ഞ പ്രാവശ്യവും ചിലരുണ്ടാക്കി. ആ വ്യക്തികൾ തന്നെ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് നിമിഷപ്രിയ വിഷയത്തിൽ താൻ വ്യാജനാണെന്ന പരാമർശം വിഷമിപ്പിച്ചുവെന്ന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ പോൾ. നിമിഷപ്രിയയെ ഇത്രകാലം മോചിപ്പിക്കാത്തതിൽ വിദേശകാര്യമന്ത്രി മറുപടി പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും കെ പോൾ ചോദിച്ചു. വിഷയത്തിൽ എന്ത് നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം വിമർശനമുന്നയിച്ചു. നിമിഷയുടെ മോചനത്തിനായി കാന്തപുരം ശ്രമിച്ചു പരാജയപ്പെട്ടു. നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെയെല്ലാം അഭിനന്ദിക്കുന്നുവെന്നും പോൾ പറഞ്ഞു. യമനിലെ നേതാക്കളുമായി തനിക്ക് ബന്ധമുണ്ട്. നിമിഷപ്രിയയുടെ മോചന ദൗത്യത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത് ദൈവവും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരുമാണെന്നും കെ പോൾ പ്രതികരിച്ചു. Honorable Chief Minister of Kerala, did he not write letter to the Honorable Prime Minister Modi ji? Have you ever spoken anything about saving Nimisha, Modi ji? My question to you, what have you done? विश्वगुरु जी, अब क्या कर रहा है? ഗാസയിൽ ഇസ്രായേലിന്റെ വംശഹത്യയ്ക്ക് അറുതിയില്ലാതിരിക്കെ മരണക്കണക്കുകൾ പുറത്തുവിട്ട് ഗാസ ഭരണകൂടം. ഇസ്രായേൽ ഗാസ സംഘർഷം 2 വർഷം പിന്നിടുമ്പോൾ ഗാസയിൽ മരിച്ച കുട്ടികളുടെ എണ്ണം 19,000 കടന്നെന്ന് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആകെ കൊല്ലപ്പെട്ടത് 62,000 പേരാണ്. കഴിഞ്ഞ 5 മാസവും പ്രതിമാസം 540 കുട്ടികൾ വീതം പട്ടിണി മൂലമോ ഇസ്രായേലിന്റെ ആക്രമണത്തിലോ കൊല്ലപ്പെട്ടുവെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയും വെളിപ്പെടുത്തി. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോ അരി വീതം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,337 കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. വിദ്യാർത്ഥികൾക്കുള്ള അരി സപ്ലൈകോയുടെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് നൽകാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. പറവൂർ കോട്ടുപള്ളിയിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വട്ടിപ്പലിശക്കാരിയായ അയൽവാസിയിൽ നിന്നും ഭീഷണിയുണ്ടായതിനെ തുടർന്നായിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസ്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെയാണ് കേസ്. മുതലും പലിശയും തിരികെ നൽകിയിട്ടും ഭീഷണി തുടർന്നതായി മരിച്ച ആശാ ബെന്നിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് വീടിന് സമീപത്തെ പുഴയിൽ ചാടി ആശാ ബെന്നി ജീവനൊടുക്കിയത്. അയൽവാസിയിൽ നിന്നും കടം വാങ്ങിയ പണം മുതലും പലിശയും സഹിതം തിരികെ നൽകിയിട്ടും ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനാലായിരുന്നു ആത്മഹത്യയെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് കണ്ടെത്തിയിരുന്നു. കടം വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് പലിശയടക്കം 30 ലക്ഷം രൂപ തിരികെ നൽകിയതായാണ് ബന്ധുക്കൾ പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നും ആശയുടെ മാതാവ് പറയുന്നു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരായാണ് ആരോപണം. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രദീപ് കുമാറിനെതിരെയും ബിന്ദുവിനെതിരെയും ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി. ആശയുടെ മരണത്തിന് പിന്നാലെ ഇരുവരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇത്രയും വലിയ തുകയുടെ കൈമാറ്റം എങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം പതിപ്പ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും ഏറ്റുമുട്ടും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ KCL ബ്രാൻഡ് അംബാസഡർ നടൻ മോഹൻലാൽ ലീഗ് 2ാം പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അടുത്ത മാസം 7-നാണ് ഫൈനൽ മത്സരം. അനന്തപുരി വേദിയാകുന്ന കേരള ക്രിക്കറ്റ് ലീഗ് മാമാങ്കത്തിനാണ് തുടക്കമാകുന്നത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ പതിപ്പിലെ ഫൈനലിസ്റ്റുകളായ കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും ഏറ്റുമുട്ടും. മത്സരത്തിന് ശേഷം നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ KCL ഗ്രാൻഡ് അംബാസഡർ നടൻ മോഹൻലാൽ ലീഗ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനങ്ങളെ ആശ്രയിച്ചാകും സീസണിലെ ടീമുകളുടെ വിജയമെന്നും
ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെക്കാൻ എല്ലാ ടീമുകളും സജ്ജരാണെന്നും ക്രിക്കറ്റ് ലീഗിൽ മാറ്റുരയ്ക്കുന്ന 6 ടീമുകളുടെയും ക്യാപ്റ്റന്മാർ അഭിപ്രായപ്പെട്ടു. സീസൺ 2 നമ്മൾ തയ്യാറെടുക്കുമ്പോൾ എല്ലാ ടീമും സജ്ജരാണ്. അവർ നല്ല ബാലൻസ് സ്കോഡ് എല്ലാ ടീമിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടെ നല്ല മാച്ചസും പിന്നെ ഫാൻസിനും നല്ലൊരു ട്രീറ്റ് ആയിരിക്കും ഈ ഒരു സീസൺ 2. ദിവസവും 2 ടീമുകൾ വീതം ഏറ്റുമുട്ടുന്ന ലീഗിൽ 33 മത്സരങ്ങളാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ആദ്യ മത്സരവും 6:45 രണ്ടാം മത്സരവും നടക്കും. ഓരോ ടീമുകളും 2 തവണ വീതം ഏറ്റുമുട്ടുകയും കൂടുതൽ പോയിന്റ് നേടുന്ന 4 ടീമുകൾ സെമി ഫൈനലിൽ എത്തുകയും ചെയ്യും. സെപ്റ്റംബർ 5-നാണ് സെമി ഫൈനൽ മത്സരം. 7-ാം തീയതി ഫൈനൽ മത്സരം നടക്കും. 50 കലാകാരന്മാർ പങ്കെടുക്കുന്ന കേരളത്തിന്റെ വിവിധ കലാരൂപങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീത വിരുന്ന് ഉദ്ഘാടന പരിപാടിയുടെ മാറ്റുകൂട്ടും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.